ഇറ്റ്സ് മീ ആക്കിം മല്ലു എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ നിങ്ങളുടെ പേര് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GB വാട്സപ്പ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. സോ സെക്കൻഡറി വാട്സപ്പ് ആൻഡ് GB വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു റിസ്ക് ഉണ്ട്. ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ, അഥവാ സ്വന്തം പേഴ്സണൽ നമ്പർ അല്ല വേറെ സെക്കൻഡറി നമ്പർ, ഫേക്ക് നമ്പേഴ്സ് ഒക്കെ എടുക്കുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ എടുത്തേക്കുന്ന നമ്പേഴ്സ് ഒക്കെ ലോഗിൻ ചെയ്യാനാണ് GB വാട്സപ്പ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, സ്വന്തം പേഴ്സണൽ നമ്പേഴ്സ് GB വാട്സപ്പിൽ നിന്ന് ആസ് സൂൺ ആസ് യു ക്യാൻ നിങ്ങൾ സാധാ വാട്സപ്പിലേക്ക് മാറ്റാൻ തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. പ്രൈവസി റീസൺസും ഉണ്ട്, നിങ്ങൾക്ക് ബാങ്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമ്മുടെ ക്രോമിനകത്തേക്ക് പോവാം. ക്രോമിനകത്തേക്ക് പോയതിനു ശേഷം ചുമ്മാ GB വാട്സപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുക്കാം. GB വാട്സപ്പ് ഡൗൺലോഡ് എന്ന് പറയുമ്പോൾ gbapps.org.pk എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ gbapps.net എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് കാണാൻ കഴിയും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിനകത്തേക്ക് വരുന്നത് കാണാൻ കഴിയും. ഇതിനകത്ത് ഡൗൺലോഡ് GB വാട്സാപ്പ് APK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പോപ്പപ്പ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ ഇത് കാണിക്കുന്നുണ്ടാവും. ആൻഡ് ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതും കാണാൻ കഴിയും. GB വാട്സാപ്പ് ന്യൂ APK എന്ന് പറഞ്ഞ ഒരു APK ഫയൽ ഡൗൺലോഡ് ആവുന്ന കാണാൻ കഴിയും. 77.90 MB ആണ് നമ്മുടെ ഈ ഒരു APKയുടെ ഫയൽ വരുന്നത്. സോ ഈ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഒറിജിനൽ ഉള്ള വാട്സാപ്പിനെ ഓവർ റൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. സാധാരണ പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ആയിരിക്കും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നത്. ആൻഡ് ഇതുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നു. ഓഫ് കോഴ്സ് നമ്മൾ അതുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്തത്. ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിപ്പോൾ കറൻ്റ്ലി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞാണ് നമുക്ക് കാണിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആപ്പ് മേ ബി ഹാംഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ലേൺ മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എനിവേ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോണിനകത്തേക്ക് ആ ഒരു സംഭവം ഇൻസ്റ്റാൾ ആയിട്ട് കംപ്ലീറ്റ്ലി കിട്ടത്തുള്ളൂ. ആപ്പ് ഇൻസ്റ്റാൾഡ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു റീസൺ കാരണമാണ് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് തന്നെ അത് സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഏത് നമ്പർ വെച്ചാണോ ലോഗിൻ ചെയ്യുന്ന ആ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് അല്ല, എന്നാലും ചെറിയൊരു റിസ്ക് കറണ്ട്ലി ഉണ്ട്. അത് കാരണമാണ് മിക്ക സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകളും ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അഥവാ തേർഡ് പാർട്ടി മോഡിഫിക്കേഷൻസ് യൂസ് ചെയ്യാതെ ഒറിജിനൽ ആ ഒരു ബ്രാൻഡിന് തന്നെ മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഒറിജിനൽ ആപ്പ് യൂസ് ചെയ്യാൻ പറയുന്നത്. അതാണ് ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നു. എനിക്ക് ഒരു സംഭവത്തിനെ കുറിച്ച് ഇതിൻ്റെ ഡേഞ്ചേഴ്സ് എന്തോരം ഉണ്ട്, ഡാറ്റ അല്ലേ പോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഇപ്പോൾ എനിക്ക് ആ ഒരു സംഭവമൊക്കെ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു സംഭവം നോക്കിയും കണ്ടൊക്കെ ഉപയോഗിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാടാണ്. നമ്മുടെ ഡാറ്റ, അതായത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് അഥവാ ഡിജിറ്റൽ ഫുട് പ്രിന്റ് അവരുടെ കയ്യിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഡാണ്. ആൻഡ് എസ്പെഷ്യലി ഇൻ ദിസ് സൈബർ എറ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സൈബർ യുഗത്തിൽ ഈ ഒരു സംഭവം ഡാറ്റ അത്രയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ്. ഈ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഡിസ്ക്ലെയിമർ ഇട്ട് പറയുന്നത്. നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ എടുക്കാം. ഇംഗ്ലീഷ് കൊടുത്തതിന് ശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. റീസ്റ്റോർ ബാക്കപ്പ് എന്നും ഉണ്ടാവും. ഈ റീസ്റ്റോർ ബാക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് പാർട്ടി മോഡിഫിക്കേഷൻസ് അഥവാ ബോംബ് വാട്സാപ്പുകളിനകത്ത് കാണുന്ന ഒരു സംഭവമാണ് റീസ്റ്റോർ ബാക്കപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ബാക്കപ്പ് വഴിയാണ് മിക്ക ആൾക്കാരും ബോംബുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഫോണുകളിൽ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഏക്കലൊന്നുമില്ല. വാട്സാപ്പ് അതിനുള്ള പാച്ച് അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ക്ലിക്ക് അഗ്രി ആൻഡ് കണ്ടിന്യൂ. അഗ്രി ആൻഡ് കണ്ടിന്യൂ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് സാധാ വാട്സാപ്പ് പോലെ തന്നെയാണ്. നിങ്ങൾ ഫോൺ നമ്പർ അടിച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്ത് സാധാരണ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇത് GB വാട്സാപ്പ് തന്നെയാണ് കറൻ്റ്ലി ഉള്ളത്. GB തന്നെ വേറെ വേർഷൻസ് ഉണ്ട്. യോ വാട്സാപ്പ് ഉണ്ട്, ഫോർവാർഡ് വാട്സാപ്പ് അഥവാ FO വാട്സാപ്പ് ഉണ്ട്. അങ്ങനെ പല മോഡ്സ് ഓഫ് വാട്സപ്പ്, ഗോൾഡ് വാട്സപ്പ് ഉണ്ട്. ഈ ഒരു ബാക്കിയുള്ള മോഡ്സ് ഒക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഗൈസ് ഇത് ചെയ്യാം. കുറേ ഉപദേശം നിന്ന് ബോറടിപ്പിച്ചെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചു. എനിക്കും ബോറടിയായിരുന്നു പണ്ടത്തെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഈ പുല്ലൻ എന്തിനാ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. ബട്ട് നിങ്ങളുടെ ഗുഡിന് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. സോ സെക്കൻഡറി വാട്സപ്പ് അങ്ങനെയുള്ള പരിപാടികളിൽ ഉഡായിപ്പ് പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ക്യാരി ഓൺ, യു ക്യാൻ എൻജോയ്. അഥവാ എന്താണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ബാക്ക്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാതെ സ്വന്തം സാധാരണ വാട്സപ്പ് വെച്ച് തന്നെ നിങ്ങൾ സംതൃപ്തിപ്പെടുക. ഒരുമാതിരിപ്പെട്ട സംഭവങ്ങളൊക്കെ നിങ്ങൾ സാധാരണ വാട്സപ്പിൽ തന്നെ ഇത് ചെയ്യാൻ കിട്ടും. എന്നാലും അലാറമായിരുന്നു.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടുത്ത നല്ല വീഡിയോയിൽ കാണാൻ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ബൈ. Anything you want, anything you need. Your mind's got the key ingredient. It's